ആകാശത്ത് കാർമേഘങ്ങൾ വിങ്ങി നിന്ന ആ വൈകുന്നേരം പ്രതീകാത്മകമായി ആ മനുഷ്യനെ അവർ ശവമഞ്ചത്തിൽ ചുമന്ന് ആഘോഷയാത്ര നടത്തി. വൈകാരികതയുടെ പ്രതീതി സന്ദർഭങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ആൾക്കൂട്ടത്തിന്റെ അസഭ്യ വർഷങ്ങൾക്ക് അയാൾ എറിഞ്ഞു കൊടുക്കപ്പെട്ടു. അനന്തരം ഒരു കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് അവർ വിരുന്നൊരുക്കി. ഇടുക്കിയുടെ മലമുകളിൽ ആഘോഷം കനക്കുമ്പോൾ അപമാനിതനായി എല്ലാവരാലും തള്ളി പറയപ്പെട്ട് വിശ്വസിച്ച പ്രസ്ഥാനം പോലും കൂടെയില്ലാതെ അയാൾ മലയിറങ്ങി. തന്റെ നിലപാടുകളുടെ പേരിൽ പീട്ടിയോളം നഷ്ടം അനുഭവിക്കേണ്ടി വന്ന മറ്റൊരു നേതാവ് കേരളത്തിൽ ഉണ്ടായി കാണില്ല. ഒരു സ്വാധീന ശക്തിയോടും വിധേയത്വം കാണിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ ഇടുക്കി പോലൊരു മണ്ഡലത്തിൽ അവിടുത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി നിൽക്കുന്ന ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തെ പോലും വെല്ലുവിളിക്കാൻ PT ധൈര്യം കാണിച്ചു. അതിന്റെ ഫലമായി അദ്ദേഹത്തിന് നഷ്ടമായത് പാർലമെന്റ് സിറ്റിംഗ് സീറ്റായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അതിൽ ഖേദിക്കുകയോ ആരോടെങ്കിലും ക്ഷമാപണത്തിന് തയ്യാറാവുകയോ PT ചെയ്തില്ല. മരണം വരെ ആ ധൈര്യം അദ്ദേഹം പുലർത്തി. അന്നൊരു വാക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും അയാൾക്കായി ഉയർത്തിയോ? ഇപ്പോഴത്തെ ഈ നിലപാടുകാരൻ സതീശനെങ്കിലും നമ്മൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? ഇത് നമ്മൾ കേൾക്കുന്നത് നിലപാടുകളെ കുറിച്ചാണ്, സതീശന്റെ നിലപാടുകളെ കുറിച്ച്. സത്യസന്ധമായി പറയട്ടെ, ഒറ്റുകാരുടെ കൂടെയായിരുന്നു അന്ന് ഇയാൾ ഉൾപ്പെടെയുള്ളവർ. ഹരിത MLA എന്ന സ്വയം സൃഷ്ടിച്ച വ്യാജ നിർമ്മിതിയായിരുന്നു എന്നും. 2009 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ നിന്നും 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് PT ജയിച്ചത്. അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും സ്വാഭാവികമായി PT തന്നെയായിരുന്നു ഇടുക്കിയിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്നതും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം തുടക്കം കുറിച്ചിരുന്നു. ഈ സമയത്താണ് പശ്ചിമഘട്ടം സംരക്ഷണത്തിന്റെ മേലുള്ള വിവാദങ്ങൾ കത്തിപ്പടരുന്നത്. ഈ സാഹചര്യം മുതലെടുത്ത് രാഷ്ട്രീയ എതിരാളികളും ഗാഡ്ഗിൽ റിപ്പോർട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ആയുധമാക്കി. കാട്ടുമൃഗങ്ങൾക്ക് വേണ്ടിയുള്ള റിപ്പോർട്ടാണിത്. മനുഷ്യരെ മുഴുവൻ കുടിയിറക്കും. ഇനി ആർക്കും വീട് വെക്കാൻ സമ്മതിക്കില്ല. പള്ളികൾ പൊളിക്കും, വീടുകൾ പൊളിക്കും. ഇപ്പോഴുള്ള വീടുകളെല്ലാം പച്ച കളർ അടിക്കേണ്ടി വരും. കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റില്ല തുടങ്ങി പലതരത്തിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. വലിയൊരു വിഭാഗത്തെ വിശ്വസിപ്പിക്കാനും PT തോമസിനെതിരെ തിരിക്കാനും അവർക്ക് കഴിയുകയും ചെയ്തു. പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ നാനാഭാഗത്തു നിന്നും PTക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തോട് വളരെ അടുപ്പമുണ്ടായിരുന്നവർ പോലും തള്ളി പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും എതിരാളികൾ വെറുതെ വിട്ടില്ല. PTയെയും ഭാര്യയെയും കുടുംബാംഗങ്ങളെയും എല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും പൊതുയോഗങ്ങളിലും പ്രചാരണം നടത്തി. ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ മോശമായ ഭാഷയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഇത് കണ്ട് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ആ വൈദികനെ വിളിക്കുകയും പോസ്റ്റ് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ആ വൈദികൻ പോസ്റ്റ് പിൻവലിച്ചതും PTയോട് മാപ്പ് പറഞ്ഞതും. ഇത്രയും അതിക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വന്നപ്പോഴും സ്വന്തം പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും വേണ്ട പിന്തുണ കിട്ടിയില്ലെന്നായിരുന്നു അദ്ദേഹത്തെ വിഷമിപ്പിച്ചത്. രാഷ്ട്രീയത്തിൽ ഘട്ടം ഘട്ടമായി വളർന്നു വന്ന നേതാവായിരുന്നു PT തോമസ്. KSU, യൂത്ത് കോൺഗ്രസ് എന്നിങ്ങനെ വളർന്നു വന്നൊരു പാർട്ടിക്കാരൻ. പക്ഷേ അദ്ദേഹത്തിന്റെ അർഹിച്ച സ്ഥാനങ്ങൾ നൽകാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം പാർട്ടിയെ തള്ളി പറഞ്ഞില്ല. ഒരിക്കലും ഒരു ഹതാശന്റെ വേഷം കെട്ടി നടന്നില്ല. ഇപ്പോൾ ആയതിനേക്കാൾ കൂടുതലൊന്നും ആയില്ലെങ്കിലും വിഷമമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇടുക്കി പോലൊരു പിന്നാക്ക പ്രദേശത്ത് നിന്നും വന്ന ഒരു സാധാരണക്കാരൻ എത്താൻ കഴിയാവുന്നതിന്റെ പരമാവധി എത്തിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുന്നിടത്തായിരുന്നു PT തോമസ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഔന്നത്യം. അല്ലാതെ ഈ തിരഞ്ഞെടുപ്പിൽ തന്റെ ഇഷ്ടക്കാരനായ കൊച്ചി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസിന് വേണ്ടി ലത്തീൻ സമുദായക്കാരനായ ഹൈബി ഈഡനെയും കൂട്ടി കൊച്ചി രൂപത ആസ്ഥാനത്ത് ചെല്ലുകയും പ്രതീക്ഷിച്ച പിന്തുണ കിട്ടാതിരിക്കുകയും ചെയ്തപ്പോൾ പിറ്റേന്ന് സമുദായ നേതൃത്വത്തെ വെല്ലുവിളിച്ചു വാർത്ത വരുത്തുന്നതല്ല നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മനസ്സിലാക്കിയാൽ നന്ന്. അന്ന് 2014 PT തോമസ് അപമാനിതനായി മലയിറങ്ങിയ രാത്രി ആ മനുഷ്യന് വേണ്ടി ഒരു വാക്കെങ്കിലും ഉരിയാടിയിരുന്നുവെങ്കിൽ, നിലപാടെടുത്തിരുന്നുവെങ്കിൽ, നിലപാടുകളുടെ രാജാവെന്ന് സ്വയം എടുത്തണിയുന്ന ഈ പട്ടം പേരിനെങ്കിലും ഈ നാട് അംഗീകരിച്ചു തരുമായിരുന്നു മിസ്റ്റർ പ്രതിപക്ഷ നേതാവേ.